ഇന്നുള്ള അതിഥി ടിനിച്ചേട്ടനാണ്. നമുക്ക് ടിനിച്ചേട്ടനോട് വിശേഷങ്ങൾ ചോദിക്കാം. ഹലോ. ഹലോ. ഇന്ന് ഇത്തിരി അടുത്തായതുകൊണ്ട് കൈ തരാൻ പറ്റി. കഴിഞ്ഞ നമ്മുടെ മത്തിന്റെ ഇന്റർവ്യൂവിന് ഇരുന്നപ്പോഴേ നമ്മൾ നല്ല ഡിഫറൻസ് ആയിരുന്നു. അല്ല, അപ്പോഴും നമ്മൾ സിംഗിൾ ആയിരുന്നു. കുറച്ച് അകലത്തിലാണ്. ഉയരം കൂടുന്തോറും രുചി കൂടുന്നോറും അടുപ്പം കൂടുന്തോറും രുചി കൂടുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, സുകുമാരക്കുറിപ്പാണ് നമ്മുടെ ഗാങ്സ് ഓഫ് സുകുമാരക്കുറിപ്പ്. അപ്പൊ ഇതിൽ ചേട്ടന്റെ ഒരു റോൾ എങ്ങനെയായിരുന്നു? ഞാൻ ശരിക്കും ഒരു ദിവസത്തെ ഇതാണ് ചെയ്തേക്കുന്നത്. പക്ഷെ വളരെ ട്വിസ്റ്റ് ആവുന്ന ഒരു സന്ദർഭത്തിലാണ് എൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത്. ഒരു ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. ഒരു ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും പോലീസ് വേഷം എന്ന് വിചാരിച്ചിരിക്കുന്നത്. ശരിക്കും സൈഡിൽ നോക്കിയാൽ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. അവർക്ക് യൂണിഫോം ഉണ്ട്. ഞാനും പോലീസാന്ന് വിചാരിച്ചു. ആ, പോലീസ് അല്ല. ഇപ്പൊ ഫുഡ് ഇൻസ്പെക്ടറിന് അവർ ഇടാറില്ല എന്നുള്ളൂ. കാരണം ഇത് ഡ്രസ് ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പഴയ ഫുഡ് കിട്ടൂല, പുതിയത് മാത്രം കിട്ടുള്ളൂ. അവരറിയാത്ത പോലെ അങ്ങനെ വരുള്ളൂ. ഇതിപ്പോ യഥാർത്ഥത്തിൽ യൂണിഫോം ഇട്ട് വന്നതാണ്. അപ്പൊ വന്നിട്ട് പക്ഷെ അവിടെ വന്നിട്ട് ചെക്ക് ചെയ്യാൻ വരുമ്പോൾ നടക്കുന്ന ഒരു കാഴ്ചയാണ് ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. കാരണം ഇതിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ ഇതിനു മുമ്പുള്ള സിനിമയായിരുന്നു 2 വിഷ്ണു ഉണ്ണികൃഷ്ണൻ. അതിൽ നെഗറ്റീവ് റോൾ, ത്രൂ ഔട്ട് റോളായിരുന്നു. അതിന് മുമ്പ് ഫൈനൽസ് എന്ന് പറഞ്ഞ പടം ഉണ്ടായിരുന്നു. അത് നല്ല ഭയങ്കര ജനപ്രീതി കിട്ടിയൊരു പടമായിരുന്നു. എല്ലാം ചെയ്തിട്ടുള്ളതെല്ലാം നല്ല പടങ്ങളാണ്. അപ്പോൾ ഇതിലൊരു ദിവസമെങ്കിലും ഞാൻ വേണം എന്നുള്ള അദ്ദേഹത്തിൻ്റെയും അതുപോലെ തന്നെ ഡയറക്ടറിൻ്റെ കാസ്റ്റിങ്ങിലും പെട്ടതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഭാഗമായി. അപ്പോൾ പുതിയ കുറേ ടീമിൻ്റെ ഒപ്പം എനിക്ക് ഒരു സ്പേസ് കിട്ടി എന്നുള്ളതാണ് ഒരു ഭാഗ്യമാണ്. കാരണം ഒരാഴ്ച 5 നടന്മാർ വെച്ച് ഇറങ്ങുക. അപ്പോൾ അവരോടൊപ്പം സ്പേസ് കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവല്ലേ. അത് ശരിയാണ്. പക്ഷെ ഞാൻ നോക്കിയപ്പോഴേ 2002 മുതൽ 95 സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ 2002 മുതൽ ഇങ്ങോട്ട് ഇറങ്ങിയ സിനിമകളിൽ 21 മാത്രം സിനിമ ഇല്ലാത്തുള്ളൂ. 21 ഉണ്ടാവും. പക്ഷെ അത് കൊറോണ ടൈമാണ്. അതായിരിക്കും. പക്ഷെ 20 ഇറങ്ങി, പിന്നെ ഷൂട്ട് നടക്കാത്തതിന്റെ ഇതിലായിരിക്കും. ഇപ്പൊ ആഴ്ചയിൽ 5 നടന്മാർ വെച്ച് ഇറങ്ങുന്നത് പറഞ്ഞാൽ ഇത്രയും വർഷം. അല്ല, ഞാൻ പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ ചാനൽ ചെയ്യണമുണ്ട്. ഇപ്പൊ സിനിമ ഇല്ലെങ്കിൽ അപ്പൊ തന്നെ ചാനലിൽ ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റേജ്, അങ്ങനെ ഇങ്ങനെ ചാടി കളിക്കുന്നതാണ്. അപ്പൊ ഈ 21 എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ TV ഷോസ് ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു സമയമാണ്. കോമഡി, ഉത്സവമൊക്കെ അതിന്റെയൊക്കെ പ്രധാന സമയം അതാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു വർഷം അങ്ങനെ പോയത്. അങ്ങനെ ആയിരിക്കുള്ളൂ. നോക്കിയിട്ടുണ്ടായില്ല, ഞാൻ ജസ്റ്റ് നോക്കിയപ്പോ. നിങ്ങൾ എപ്പോഴും ഈ ഗൂഗിളിലാണ്, എപ്പോഴും ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിനെ വിശ്വസിക്കരുത്. അതിൽ വിശ്വസിച്ച് നിങ്ങൾ മരുന്ന് കഴിക്കും, അതിൽ വിശ്വസിച്ച് നിങ്ങൾ ട്രീറ്റ്മെന്റ് നടത്തും. അതല്ല അൾട്ടിമേറ്റ് എന്നുള്ളത്. അല്ലാതെയുള്ള ഇൻഫോർമേഷനാണ് കറക്റ്റ്. ഇപ്പൊ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ ഇതിൽ നോക്കരുത്. ഡോക്ടറെ തന്നെ പോയി കാണണം. കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ചുറ്റുപാടും ഓൺലൈനിൽ തന്നെ മാത്രം ആശ്രയിക്കരുത്. നേരെ പോലീസിനടുത്ത് കോടതിയിലേക്ക് പോവുക. എല്ലാം ഇതിൽ നല്ല ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടും. എവിടെ പോണം എന്നുള്ളതാണ് ചിന്തിക്കുക. അത് ചികിത്സയുടെ ഭാഗമാക്കി മാറ്റരുത്. ചേട്ടാ ഗൂഗിൾ ഇത് നോക്കാറില്ലേ? ഗൂഗിളിൽ ഇപ്പൊ മാപ്പ് നോക്കും. അല്ലാതെ ഒരാളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ഇൻഫർമേഷൻ ഇതാണല്ലോ. അല്ലാതെ നമ്മളിപ്പോ എല്ലാവരെ കുറിച്ചും നമ്മൾ അറിയണമെന്നില്ല. അപ്പൊ അതിന് ഇത് തന്നെ ആശ്രയിക്കേണ്ടി വരും. പക്ഷെ എല്ലാ ഇൻഫർമേഷൻ കറക്റ്റ് ആവണമെന്നില്ല അതില്. ചേട്ടനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് തെറ്റുകളുണ്ട്, അത് കറക്റ്റ് ആക്കണം. നമ്മളെല്ലാവരും ഇത് നോക്കിയിട്ടാണ് വരികയും ചെയ്യുക. അതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. ഓക്കെ, ചേട്ടൻ്റെ കാറുകളോടുള്ള ആ ഒരു എന്തൂസിയാസം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം ഇപ്പൊ ഏതെങ്കിലും കാർ എടുക്കാനുള്ള പുതിയ അങ്ങനെയൊന്നുമില്ല. അത് സംഭവിക്കുന്നതാണ്. കാറുകൾ ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ മകനെ മേടിച്ചു കൊടുത്തിരിക്കുന്ന കാറ് ഞാൻ മേടിച്ചതുപോലത്തുള്ള കാറുകളാണ്. കാരണം ഓരോ ചെറിയ മെറ്റൽ കാസും നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവനും അത് പൊന്നുപോലെയാണ് സൂക്ഷിച്ചേക്കുന്നത്. അപ്പോൾ ഈ കാസ് എവിടെ ചെന്നാലും ഇപ്പം നമ്മൾ പുറത്തു പോയാലും കാറുകളുടെ മുമ്പിൽ ഒന്ന് ഫോട്ടോ എടുക്കുക, അതൊരു ഇഷ്ടമാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ വാഹനങ്ങൾ എനിക്ക് ദൈവം എത്തിച്ചു തന്നത്. അതൊരു എക്സ്പെൻസീവ് ഹോബിയാണ്. അത് നമുക്ക് എപ്പോഴും കൊണ്ടുനടക്കാൻ പറ്റില്ല. പക്ഷെ എന്താ ഇനി നെക്സ്റ്റ് എടുക്കാൻ ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു കാര്യം? അങ്ങനെയൊന്നുമില്ല, ആഗ്രഹമില്ല. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. ആഗ്രഹം അങ്ങനെ ഒരു സ്വപ്നം വെച്ച് നിരാശനായിട്ട് നടക്കുന്നതല്ല. സംഭവിക്കുമ്പോൾ സംഭവിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ ഈ ജഡ്ജിന്റെ കാര്യം 21 സിനിമ ഇല്ലാതെ കുറച്ചും കൂടി അതുകൊണ്ടാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ജഡ്ജായിട്ട് പോകുന്നതാണോ അതോ ഒരു ആക്ടറായിട്ട് പോകുന്നതാണോ കുറച്ചും കൂടി മാനേജ് ചെയ്യാൻ? എല്ലാം എനിക്ക് ഇഷ്ടമാണ്. കാശ് കിട്ടുന്നല്ലേ നല്ല പരിപാടി. അതൊക്കെ അല്ല, മാനേജ് ചെയ്യാൻ കിട്ടുന്ന എല്ലാ പരിപാടിക്കും പോകാറില്ല. പക്ഷെ എല്ലാം എൻജോയ് ചെയ്യാറുണ്ട്. എവിടെയാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് ഇത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിൽ ഞാൻ ഇൻവോൾവ് ആവുള്ളൂ. ഒരു ചായ കുടിക്കുമ്പോൾ അത് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ട് 100%. അല്ലാണ്ട് പാതി മനസ്സോടുകൂടി ഞാൻ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളിത് രസം ഉണ്ടാവില്ല. അപ്പോൾ എവിടെ ചെന്നിരുന്നാലും കല്യാണത്തിന് പോകുമ്പോഴും പള്ളി പോകുമ്പോഴും ഒക്കെ 100% അതിൽ മാത്രം ഇരിക്കും. എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അതിന് 100% കുർബാനാണ് 100% അതിൽ മാത്രം ഇരിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ഇരിക്കും. അല്ലാതെ പകുതി മനസ്സിൽ മറ്റേ വീട്ടിൽ മറ്റേ ബില്ലിന്റെ എന്തായിരിക്കും പല ചിന്തകൾ വരില്ലേ.
ചിന്തകൾ നമുക്ക് വരും. അതാ ഞാൻ ചോദിക്കാൻ ഒരു സിനിമയിലും അങ്ങനെ തന്നെയാണ്. ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ ചിന്തകൾ പോയാൽ ആ സിനിമ വിജയിച്ചില്ല എന്നാണ് അർത്ഥം. നമുക്കിപ്പോൾ വീട്ടിലെ കാര്യം ഓർമ്മ വരുന്നു, ആ മറ്റേ മകൻ്റെ ഫീസിൻ്റെ അല്ലെങ്കിൽ ഇത് അങ്ങനത്തെ ചിന്തകൾ വന്നാൽ പടം വിജയിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. ഇപ്പോൾ ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പിന് ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ടി വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സിനിമയുടെ ഒരു പേര് കേട്ടപ്പോഴേ നമ്മൾ ഓർത്തു ഇത് കുറച്ച് സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞ കുറച്ചൊരു പ്രസിദ്ധിയാണ്. പിന്നെ സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും കൂടിയല്ലേ, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറൊക്കെ പോലെ ഇറങ്ങിയതുമാണ്. അപ്പൊ അതുമായി എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആവുമോ നമ്മൾ വിചാരിച്ചു. അപ്പൊ ചേട്ടൻ്റെ അടുത്ത് കഥ പറയാൻ എത്തിയപ്പോഴും ചേട്ടനും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു? അല്ല, ഞാൻ അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിച്ചൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഡയറക്ടറിൽ എനിക്ക് വിശ്വാസമുണ്ട്, പ്രൊഡ്യൂസർ നല്ല സിനിമകൾ മാത്രം ചെയ്യുന്ന ആളാണ്. അപ്പം നമുക്ക് ഇന്നത് വന്നാലേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ആളെ വിളിക്കാന്ന് പറയും. ഇതങ്ങനെയല്ല, നമുക്കൊരു നമ്മൾ ഓർക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. സിനിമ ഇൻഡസ്ട്രി ഒരു ഹോട്ടലിലിരുന്ന് അവർ കഥ എഴുതുമ്പോൾ ഇത് ഇയാളെ കൊണ്ട് ചെയ്യിക്കാമെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ഈ പേന എടുക്കുന്നവനെയാണ് നമ്മൾ ആദ്യം കാലുകൊട്ട് വഴങ്ങുന്നത്. അവൻ്റെ മനസ്സിലാണുള്ള ഒരു ക്യാരക്ടറിനെ തോന്നിക്കുന്നത്. പിന്നെ ഡയറക്ടർ സമ്മതിക്കണം, പ്രൊഡ്യൂസർ സമ്മതിക്കണം. അപ്പോൾ അതെല്ലാം ഒത്തുചേരുമ്പോഴാണ് ഒരു സിനിമയുണ്ട്. ഒരു മാജിക്കാണ് ഇത് ശരിക്കും സിനിമ എന്ന് പറയുന്നത്. അത് ഹിറ്റാവുന്നത് അതിനേക്കാൾ വലിയ മാജിക്കാണ്. ഓണക്കാലത്ത് നമുക്ക് സ്ക്രീനിൽ സ്പേസ് കിട്ടുക എന്ന് വെച്ചാൽ വലിയ ഭാഗ്യമുള്ളതാണ് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം. ഏറ്റവും ഫെസ്റ്റിവലും ഏറ്റവും ആഘോഷിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ മമ്മൂക്കയുടെ ലാലേട്ടൻ്റെയൊക്കെ റിലീസുകൾ നമ്മൾ കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതേ സ്ക്രീനുകളിൽ നമ്മുടെ മുഖവും നമ്മുടെ രൂപം വരുന്നതൊക്കെ എല്ലാം ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഓണക്കാലത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുകയാണ് കേട്ടോ. ഈ ഓണക്കാലം അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സീസൺ അടുപ്പിച്ചാന്ന് തോന്നുന്നു ഇപ്പോഴും നമുക്ക് ഇവിടെ ദുരന്തങ്ങൾ സംഭവിക്കുന്നത് തോന്നുന്നു. ഇപ്പോൾ പ്രളയം അങ്ങനെയായിരുന്നു, ഇപ്പോൾ ലാൻഡ് സ്ലൈഡ് വയനാട് അത് അങ്ങനെയായിരുന്നു. അപ്പോൾ ഇത് കലാകാരന്മാരെ വളരെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണല്ലേ? അല്ല, ഒരു സപ്രഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി ഭൂമി വരും എന്നുള്ളതാണ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ബാധിതനാണ് ഞാൻ. എനിക്കെല്ലാം നഷ്ടപ്പെട്ടാണ് അനുഭവിച്ച ആളാണ്. സത്യം പറയും, ഒരു അണ്ടർവെയർ വരെ എനിക്ക് ഇടാനുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിൽ ഷോക്കായി പോയവനാണ്. വീട്ടിലുണ്ടായിരുന്നു ആ സമയത്ത്? വീട്ടിലുണ്ടായിരുന്നില്ല. ഒരു 50,000 കിട്ടും എന്ന് പറഞ്ഞു പോയത്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഒരു 5 ലക്ഷം പോയിട്ടുണ്ട്, 50 ലക്ഷം പോയിട്ടുണ്ട്. കലാകാരന്മാരങ്ങനെയുള്ള ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കും. ഞാൻ എടപ്പാളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരാൻ 5 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. വന്നപ്പോഴേക്കും എൻ്റെ വാഹനം, എൻ്റെ ഡ്രസ്സ്, എൻ്റെ ഫസ്റ്റ് ഫ്ലോർ, മോൻ്റെ വീഡിയോ ഗെയിം മാത്രം അമ്മ എടുത്ത് മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യമുള്ള സാധനം. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. വീഡിയോ ഗെയിമാണ് പുള്ളി എടുത്ത് വെച്ചത്. പുള്ളി ഹാപ്പിയായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ കുറച്ചേരം ഇങ്ങനെ ഫ്രീസായിട്ട് നിന്ന്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം ഉണ്ടാക്കിയതല്ലോ, നമ്മൾ കള്ളുപിടിച്ച് നശിപ്പിച്ചതൊന്നുമല്ലോ, പ്രകൃതി എടുത്തതല്ലേ. പ്രകൃതി തന്നെ തിരിച്ചു വരുമെന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. തിരിച്ചു തന്നു. നഷ്ടപ്പെട്ട വാഹനത്തിനേക്കാൾ വില കൂടിയ വാഹനം എനിക്ക് ദൈവം തന്നു. അപ്പോൾ പിന്നെ കൊറോണ വന്നപ്പോൾ 3 തവണ കൊറോണ വന്നതായിരിക്കും. ആ സമയത്ത് സിനിമകൾ വന്നിരുന്നു. അത് മാറിയിട്ടാണ് 19-ാം നൂറ്റാണ്ടൊക്കെ അഭിനയിച്ചത്. ഇപ്പോഴും കൊറോണ വന്നതിൻ്റെ കിതപ്പ് മാറിയിട്ടില്ല. കാരണം നമുക്കെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സൂക്ഷിച്ചാലും എൻ്റെ ആയുധം എന്ന് പറഞ്ഞാൽ മൈക്ക. ചാനലിൽ ചെന്നാലും അപ്പോൾ എവിടെ നിന്നാണ് ഇത് പിടിക്കുന്നതെന്ന് മനസ്സിലായില്ല. ലാസ്റ്റാണ് മനസ്സിലായത് ഈ വെച്ചേക്കണ സാധനത്തിൽ നിന്നാണ് ഇത് ഒരാൾക്ക് വെച്ച്. ഇപ്പോൾ ഇതിനു മുമ്പ് വെച്ചേക്കണ ആരാ? അയാൾക്ക് കൊറോണ ഉണ്ടെങ്കിൽ എന്താ എനിക്കിത് ഇല്ല, മൈക്കില്ലാണ്ട് പറയാൻ പറ്റൂ. അപ്പോൾ ഇതാണ് മെയിൻ വില്ലൻ എന്ന് പറഞ്ഞത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ 3 തവണ പിടിപെട്ടു. അപ്പോൾ ഇതൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അതിനാണ് ഞാൻ നന്ദി പറയുന്നത്. എനിക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, ഇനി അടുത്ത കാറ് മേടിക്കണമെന്നും പറഞ്ഞ് കഷ്ടപ്പെടാറില്ല. കാരണം ഇത്രയും പ്രതിസന്ധി നേരിട്ടുകൊണ്ട് വൈകിട്ട് നന്ദി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്നും കൂടി എന്നെ കാണിച്ചല്ലോ, നന്ദി. അങ്ങനെയാണ് വിചാരിക്കുന്നത്. കയ്യും കാലും കണ്ണിനൊന്നും ഒരു അപകടം ഇല്ലാണ്ട് നമുക്ക് അത്രയും ഇപ്പോൾ ഈ ലാൻഡ് സ്ലൈഡിങ് വയനാട് ഏത് സമയത്തും ആർക്കും എന്ത് സംഭവിക്കാമല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടി നമ്മളിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് തന്നെ ഏറ്റവും ബ്ലെസ്ഡ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്തവണത്തെ ഓണം എങ്ങനെയായിരിക്കും? വീട്ടിൽ തന്നെ ആയിരിക്കും? പൂക്കളും ഉണ്ടാവും, പായസം ഉണ്ടാവും, കായ വറുത്തത്, ശർക്കര വരട്ടി, ഇതൊക്കെ തന്നെയാണ്. ചുറ്റുള്ള ആൾക്കാർ മാറാറുണ്ട്. ഇതൊക്കെ സെയിം ഇത് തന്നെയാണ്. എത്ര വർഷം ഇത്? അല്ല, ഇത്തവണ ഇതൊക്കെ അത് മനസ്സിലായി. അല്ല, ഇത്തവണ ഇനി പുറത്തായിരിക്കും പ്രോഗ്രാംസ് ഒക്കെ. എവിടെയാണ് അവിടെ ഓണം ആഘോഷിക്കും. എന്തായാലും എവിടെ ചെന്നാലും സദ്യ കിട്ടും. ഒരു പ്ലാനും ഇല്ല. അങ്ങനെ ഒരു പ്ലാനൊന്നുമില്ല. നമ്മൾ പ്ലാനൊക്കെ ഇട്ട് എൻ്റെ വീട്ടിലായിരിക്കും എൻ്റെ ഓണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമൊന്നുമില്ല. നമ്മൾ അരി മേടിക്കാനായിരിക്കും ചിലപ്പോൾ വേറെ സ്ഥലത്തായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ 8-ാം തീയതിയാണ് എൻ്റെ വില്ലേജ് ചെയ്യുന്നത്. പക്ഷെ അന്ന് എനിക്ക് പ്രൊമോഷൻ ഷൂട്ട് 2 പടം ഇറങ്ങുന്നുണ്ട്. ഗാങ്സ് ഉണ്ട്, ബോയ്സും ഉണ്ട്, ബാഡ് ബോയ്സ്. 2 ഗ്യാങ്ങിലും ഉണ്ട്, ബോയ്സിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അത് 2ൻ്റെ പ്രൊമോഷനാണ് എനിക്ക് ഏറ്റവും പ്രാതിനിധ്യം കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. അല്ലാണ്ട് ഓണം ഒന്നും പറഞ്ഞ് വീട്ടിൽ കുത്തിരുന്നിട്ടുണ്ട് കാര്യം. ചേട്ടൻ്റെ ഇത്തവണ ഓണം ഭയങ്കര അടിപൊളി ഗിഫ്റ്റാണ്. 2 സിനിമകളാണ് ഇറങ്ങുന്നത്. അത് 2 സ്ക്രീനുകളിൽ നമ്മൾ നിറഞ്ഞു വെക്കുന്നു എന്നുള്ളതിൽ വലിയ കാര്യമാണ്. ഓക്കെ, ഈ
ഇതിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ നായക വേഷം ചെയ്തല്ലോ, ഞാൻ എല്ലാം ചെയ്യുന്നേ. അല്ല നായക ക്യാരക്ടർ റോൾസ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് നായക വേഷത്തിലേക്ക് എത്തി. അപ്പൊ ഈ നായക വേഷത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഈ ക്യാരക്ടർ റോൾസിലേക്ക് കിട്ടാൻ അല്ലെങ്കിൽ വിളിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്? എനിക്കൊരു പ്രശ്നം, എനിക്ക് ആ കിട്ടുന്ന സ്പേസിൽ ഒരു 5 മിനിറ്റ് 3 മിനിറ്റ് ആണെങ്കിലും എനിക്ക് പെർഫോം ചെയ്യാനുള്ളതാണെങ്കിൽ നമ്മൾ ഹാപ്പി അല്ലേ. ഒരു പിച്ചക്കാരൻ്റെ അടുത്ത് ഇന്നത് വേണം എന്ന് പറയാം. ഭിക്ഷക്കാരനാണ് ശരിക്കും ഞാൻ. കലയിൽ നമ്മൾ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞ ഭിക്ഷക്കാർ, അവർക്ക് കിട്ടുന്നത് എന്തും അവരുടെ അന്നത്തെ ഭക്ഷണമാണ്, അന്നമാണ്. അപ്പോൾ ഇന്നത് വന്നാലേ ഇന്നത് ഭയങ്കര സെലക്റ്റീവായിട്ട് നിന്നിട്ടൊന്നും കാര്യമില്ല. പക്ഷെ കുറച്ച് നമ്മൾ ക്വാളിറ്റി നമ്മൾ നോക്കും, അതിൽ ഒരു സംശയമില്ല. അത് എൻ്റെ ഒരു കടമയും കൂടിയാണ്. ജനങ്ങൾ വെറുക്കരുത് അത് കണ്ടു കഴിഞ്ഞിട്ട് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള ചോദ്യം വരും. പിന്നെ എല്ലാം ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. നമ്മൾ ചെയ്യാനുള്ള 100% നമ്മൾ ചെയ്യുക. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇപ്പോഴും ഇറങ്ങുന്ന സിനിമകൾ നമ്മൾ ഭാഗമാകുന്നു, TV ഷോസിൽ നമ്മൾ ഭാഗമാണ്, സ്റ്റേജിൽ നമ്മൾ പോകുന്നുണ്ട്. അഡാപ്റ്റബിളാണ്, എവിടെയും നമ്മൾ ചേർക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നായകൻ നന്നാലേ ഞാൻ അഭിനയിക്കുള്ളൂ. പ്രധാനം മറ്റേ നായകൻ്റെ ഇപ്പുറത്ത് വേണമെന്ന് ഞാൻ പറയാറില്ല. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞില്ല 2 സീനുള്ളൂ, പക്ഷെ അതൊരു മുഹൂർത്തമാണ്, പ്രധാന മുഹൂർത്തമാണ്. ബാഡ് ബോയ്സിൽ ത്രൂ ഔട്ട് ക്യാരക്ടർ ഉണ്ട്, എനിക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട് മൊത്തത്തിൽ. അപ്പോൾ അത് കിട്ടുമ്പോൾ അത് ചെയ്യുന്നു. അല്ല, ഈ നായകവേഷം ചെയ്തത് കൊണ്ട് അങ്ങനെയുള്ള റോൾസ് വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ, അങ്ങനത്തെ ഞാൻ നായകൻ എന്ന് പറഞ്ഞ് തിരക്ക് പിടിക്കാറില്ല. നായകവേഷം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഇപ്പോൾ ബിജു മേനോൻ്റെ അടുത്ത് വരും, പിന്നെ ജയസൂര്യ, ഇവർ ഇങ്ങനെ കുറേ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് എൻ്റെ അടുത്ത് എത്തണത്. എന്നിട്ട് ആ സ്ക്രിപ്റ്റ് കൊണ്ടുവന്നിട്ട് പിന്നെ തിരിച്ചു മേടിച്ചുകൊണ്ട് പോകില്ല, കാരണം അവസാനത്തെ ആളാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഒരു സാധനം ഞാൻ ചെയ്തിട്ടില്ല. അവരൊക്കെ എന്തുകൊണ്ടാണ് ഒഴിവാക്കിയെന്നുള്ള എനിക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. എൻ്റെ വീട്ടിൽ കുറേ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, വെള്ളപ്പൊക്കം വന്നപ്പോൾ എല്ലാം കുറേ പോയി. പക്ഷെ ഞാനത് കളയില്ല, കാരണം അവരുടെ സ്വപ്നമായിരിക്കും. അപ്പൊ ഞാനും ചെയ്യില്ല എന്ന് പറയുമ്പോൾ പിന്നെ അവർ തിരിച്ചു വന്ന് എടുക്കാറില്ല. പക്ഷെ ചില ആൾക്കാർ ആദ്യം തന്നെ എന്നെ കാസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു ആക്ടറിനെ കണ്ടിട്ട് ഇഷ്ടപ്പെടാണ്ടായിരിക്കും, ചിലപ്പോൾ 1-2 പേരെ കണ്ടിട്ട്. അങ്ങനെയുള്ളത് ഞാൻ പറ്റില്ല എന്നൊന്നും പറയാറില്ല. പക്ഷെ അതിൻ്റെ അകത്ത് നല്ലൊരു മൂല്യം ഉള്ളതാണെങ്കിൽ നമ്മൾ ചെയ്യണം. ഇപ്പൊ അതുപോലെ തന്നെ 2-3 വന്നിട്ടുണ്ട്. ഇപ്പൊ പെരുങ്കളിയാട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ സുരേഷ് ചേട്ടനോടൊപ്പം തുല്യം, എനിക്ക് തോന്നുന്നു സുരേഷ് ചേട്ടനോട് കൂടുതൽ സീൻസ് എനിക്ക് അതിലുണ്ട്, ജയരാജ് സാറിന്റെ. പിന്നെ അതുപോലെ തന്നെ ശാന്തമീ രാത്രി അദ്ദേഹത്തിൻ്റെ തന്നെ 2 പടത്തിലും നല്ല വേഷമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുപോലുള്ള വേഷം വരുമ്പോൾ ഞാൻ എന്തിനാണ് ഇന്നത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്? നായകൻ തന്നെ വന്നത്, അതൊക്കെ നല്ല പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ്. ക്യാരക്ടർ റോൾസ് നന്നായി ചെയ്യാൻ അതാണ്. അപ്പോൾ അതുപോലുള്ള സിനിമ ഒരു 5 സിനിമേൻ്റെ ഇറങ്ങാനുണ്ട്. അപ്പോൾ അതെല്ലാം ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ് അത് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ചുറ്റും കോടാനുകൂടി രോഗാണുക്കളുണ്ട്, അത് ബാധിക്കാതെ പോവുക, ആരോഗ്യം സൂക്ഷിക്കുക, പടങ്ങൾ ചെയ്യുക. ഹെൽത്ത് ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരാളാണോ? എല്ലാവരും നോക്കണം, ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കരമായിട്ട് നോക്കിയിട്ട് എനിക്ക് 3 കൊറോണ വന്നെന്ന്. ഭയങ്കര സൂക്ഷിച്ചിട്ട് വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയാനാണ്. അങ്ങനെ നോക്കി നടന്നിട്ട് അങ്ങനെ പറ്റിയേക്കണ്. ശ്രദ്ധ കൂടുതലല്ല, നമ്മൾ നമ്മുടേതായ കാര്യങ്ങളിൽ കുറച്ച് അവെയർ ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ സെൽഫിഷ് ആവണമെന്നല്ല, മറ്റുള്ളവരെ കൂടി നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുപോകണം. ഈ നായകവേഷത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ 2013 ഇറങ്ങിയ ഹൗസ്ഫുൾ, ചേട്ടൻ ഒരു മോനാണ് അല്ലേ? അപ്പൊ അതിനകത്ത് 4 പിള്ളേരാ അല്ലേ? ഒരു ഡെലിവറിയിൽ 4 പിള്ളേര്. ഒരു സ്ഥലത്ത് വന്നപ്പോ എൻ്റെ അടുത്തൊരു അവിടുത്തെ ഒരു കന്യാസ്ത്രീ ചോദിച്ചു, മോന് 4 പിള്ളേരാണല്ലോ എന്ന് ചോദിച്ചു. വിശ്വസിച്ചു അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അഭിനയമാണ്. അപ്പൊ ആ സിസ്റ്ററാണ്. അഭിനയമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒറിജിനലായിട്ട് എന്തായിരിക്കും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരെണ്ണുള്ളൂ. സിനിമയിൽ 4 ഉണ്ടെങ്കിൽ ജീവിതത്തിൽ 8 ഉണ്ടാവുമല്ലോ. അപ്പൊ സിനിമയുടെ കുറിച്ച് എന്താ പറഞ്ഞത്? മാറിപ്പോയി. അതിൽ നായകവേഷമായിരുന്നു. അപ്പൊ അതിനകത്ത് ആ ഒരു റോളിലേക്ക് എത്തിയത്, അതിനകത്ത് ധാരാളം കാര്യങ്ങൾ ചെയ്ത് ഫലിപ്പിക്കാനുണ്ട് എന്നുള്ളൊരു ഇതിൽ ആണോ? അങ്ങനെയൊന്നുമില്ല, അത് ചെയ്ത് കഴിഞ്ഞ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ല, കയ്യിൽ നിന്ന് വിട്ട് കഴിഞ്ഞു. അപ്പൊ അതിൽ ഇപ്പൊ ഞാൻ പറയാം, അതിൽ അബു സലീമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഇതിൽ ടൈറ്റിൽ റോൾ ചെയ്യുന്നത് അദ്ദേഹമാണ്. മറ്റേതിൽ ഞാൻ ടൈറ്റിൽ റോളാണ് ഞാൻ ചെയ്തത്. അതിൽ കള്ളുകൂടിയനായ ഒരാളായിട്ടാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹമാണ് അതിലൊരു ട്വിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഈ ഗാങ്സ് ഓഫ് സുകുമാരക്കുറിപ്പിൽ ഞാനാണ് ട്വിസ്റ്റ് ഉണ്ടാക്കുന്നത്. എൻ്റെ ഒരു അന്വേഷണമാണ് വരുന്നത്. അപ്പൊ അതൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ ഇരിക്കും. അബു സലീമിക്ക് എപ്പോഴും അതുപോലെ തന്നെ ലൈവായിട്ട് നിൽക്കുന്നു. മനസ്സിലായില്ലേ? അതാണ് ഒരു ആക്ടറിന്റെ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഇതിൽ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്ന ഇദ്ദേഹത്തിന് കണ്ടുപിടിക്കാനുള്ളത് ഈ പറയുന്ന കാര്യത്തിൽ തന്നെയാണ് തിരിച്ചെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിൻ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം. അദ്ദേഹം വെള്ളമടിച്ച് ചത്ത് കിടന്നെങ്കിൽ ഇപ്പോൾ ഈ പടം ചെയ്യാൻ പറ്റൂ? അദ്ദേഹത്തിന് ഇപ്പോഴും ആ ഒരു ഫീച്ചേഴ്സ് ഉള്ളത്. മലയാള സിനിമയിൽ എടുത്തു പറയുന്നത് മമ്മൂക്കയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അബൂക്കയുണ്ട്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു സെറ്റിൽ പട്ടണത്തിൽ ഭൂതം മമ്മൂക്കയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അബൂക്ക് എന്തൊക്കെ നമുക്ക് കഴിക്കാം, ഡയറ്റും എൻ്റെ കാര്യം ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ പറഞ്ഞു, എടാ കാലത്ത് നീ മട്ടൻ ബിരിയാണി കഴിച്ചോ? ഞാൻ പറഞ്ഞു, അപ്പോൾ ഉച്ചക്ക ചിക്കൻ ബിരിയാണി കഴിച്ചോ?
വൈകിട്ട് വൈകിട്ട് എനിക്ക് ചപ്പാത്തി ഇതൊക്കെ ഇഷ്ടം, അത് നീ കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പം മമ്മക്ക് ചോദിച്ചു എന്താ നീ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ പറഞ്ഞ് ഈ ഡയറ്റിനെ കുറിച്ചാണ്. അപ്പം പുള്ളി പറഞ്ഞ് കാലത്ത് മട്ടൻ ബിരിയാണി ചോദിച്ചു. എടാ അവൻ പോയി ഫുട്ബോൾ കളിക്കും, നീ തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 150 കിലോ, അവൻ്റെ ഡയറ്റ് ഒന്നും നീ ഫോളോ ചെയ്യില്ല കേട്ടാന്ന് പറഞ്ഞ്. പക്ഷെ അദ്ദേഹം ഇതന്നെയാണ് ചെയ്യുന്നത്, കാലത്ത് പോയി ഫുട്ബോൾ കളിക്കും, ഒരു പ്രാർത്ഥന പോലെയാണ് വ്യായാമം അദ്ദേഹം എടുത്തിരിക്കുന്നത്. നമുക്കൊന്നും എല്ലാ ദിവസവും പറ്റൂല കേട്ടോ, ഫുഡ് ഇൻടേക്ക് ചെയ്യുന്ന പോലെ കലോറി ബേൺ ചെയ്യണം. എനിക്കൊന്നും അങ്ങനെ പറ്റില്ല. ഇപ്പം ഇന്ന് കാലത്ത് ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എക്സസൈസ് കട്ട് ചെയ്യും. അങ്ങനെയാണ്. അത് എല്ലാം കൂടി നമുക്ക് പറ്റില്ല. പക്ഷെ പുള്ളിയൊക്കെ 3-4 സ്കില്ല് ഒരുമിച്ച് കൊണ്ടു നടക്കുന്നുണ്ട്. ബോഡി ബിൽഡിങ്, പോലീസിൽ ജോലി ഉണ്ടായിരുന്നു, സിനിമ. അപ്പൊ ഒന്നും പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ന് കാലത്ത് എനിക്ക് വേണമെങ്കിൽ കാലത്ത് എന്റെ എക്സസൈസ് ചെയ്യായിരുന്നു, 6 മണിക്ക് 7 മണിക്ക് അത് പറ്റൂല നമുക്ക്. ഒന്ന് ഇന്റർവ്യൂ അല്ലേ ഉള്ളത്, അതുകൊണ്ട് ഇന്നത്തെ കട്ട് ചെയ്യാം. അപ്പൊ ഫുഡ് കഴിക്കുന്നതിൽ അതുപോലെ കുറയ്ക്കും? അങ്ങനെ കുറക്കൊന്നുമില്ല, എനിക്ക് ആവശ്യമുള്ളത് ഞാൻ കഴിക്കും. അല്ല ഇത്രയും കലോറി ബേൺ ചെയ്യണല്ലോ. അല്ല എന്നാലും അത്യാവശ്യം ഞാൻ ശരീരം അനക്കുന്നവനാണ്. നമുക്ക് ബോഡി ഒരു കഥാപാത്രം ചെയ്യണമെങ്കിൽ ഒരു സിനിമാ നടന് ഒരു ബോഡി അത്ര അത്യാവശ്യമാണ്. അത് റെഡിയാക്കി വെച്ചേക്കാം, വേണമെങ്കിൽ കൂട്ടാൻ ഇറങ്ങി കുറക്കാം, അങ്ങനെ പറ്റുള്ളൂ. 6 പാക്ക് ഒന്നും ആക്കി വെക്കണ്ട, കാരണം ചിലപ്പോൾ അടുത്ത പിച്ചക്കാരന്റെ വേഷമാണെങ്കിൽ ഭയങ്കര മസിലൊക്കെ ഇട്ട് നമുക്ക് ഏത് വേഷം വന്നെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതിന് റെഡിയാക്കി വെക്കുക. അങ്ങനെ ഈ ബോഡി കാരണം എന്തെങ്കിലും വേഷങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ. അല്ല, ചില നായകന്മാരുടെ കൂടെ കാസ്റ്റ് ചെയ്യണ സമയത്ത് എനിക്ക് ഈ ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ എന്നെ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. അത് ആ കുറ്റം ആരുടെ കുറ്റമൊന്നും അല്ല കേട്ടോ. ഇനിയിപ്പോൾ അതൊരു പ്രശ്നമാക്കാനല്ല എന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. പവർ കമ്മിറ്റി ഒഴിവാക്കിയതൊന്നുമല്ല. ചിലർക്കും ഞാൻ പറഞ്ഞില്ല, ഹീറോസ് നിൽക്കുമ്പോൾ ആ ഹീറോസിനാണ് പ്രോമിനൻസ് കിട്ടുന്നത്. എനിക്ക് 6 അടിയുള്ളതുകൊണ്ട് മമ്മൂക്കയുടെ ഒപ്പം സുരേഷ് ഗോപിയുടെ ഒപ്പം നിന്നാൽ കുഴപ്പമില്ല. ഇപ്പോൾ പെരുങ്കളിയാട്ടത്തിൽ പുള്ളിയുടെ ഓപ്പോസിറ്റ് എന്നുള്ളതാണ്. ചില ചെറിയ നായകന്മാർ പവർഫുള്ളായിട്ട് വരണമെങ്കിൽ അവരുടെ ഒരു ചിലപ്പോൾ കാസ്റ്റിംഗിൽ അത് ചേരില്ല എന്ന് പറയും. അങ്ങനെയൊക്കെ ചിലപ്പോൾ 1-2 ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അത് പവർ കമ്മിറ്റി മാറ്റിയതല്ല കേട്ടോ. അത് എടുത്തു പറയുന്നുണ്ട്. പവർ കമ്മിറ്റിയിൽ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ അതുണ്ടെങ്കിൽ ഞാൻ അമ്മയിലിരിക്കൂ. അങ്ങനെ ഒരു കമ്മിറ്റി ഇല്ല, അതൊരു സാങ്കല്പികതാണ്. ഇതിന് മുമ്പുണ്ടോന്ന് അറിയില്ല, ഞാൻ സിനിമയിൽ വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതിന് മുമ്പുണ്ടായിരുന്നോന്ന് അറിയില്ല. ഞാൻ അമ്മയിൽ വരുമ്പോൾ അങ്ങനത്തെ ഒരു കമ്മിറ്റി കണ്ടിട്ടില്ല. അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ കമ്മിറ്റിയിൽ വരില്ലല്ലോ. നമ്മൾ വളരെ ചെറിയ ഇതിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളല്ലേ. 3 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എന്നെ ഉൾപ്പെടുത്തി. ഇത്തവണ ഇപ്പോൾ രാജിവെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ കമ്മിറ്റിയിലല്ലേ. ചേട്ടാ, ഈ ഒരു പ്രശ്നം വന്നപ്പോൾ നിങ്ങളുടെ ഇമേജിനെ എങ്ങനെയെങ്കിലും ബാധിക്കുന്നുണ്ടോ? ഒന്നും ബാധിച്ചിട്ടില്ല. ഇതിപ്പോൾ ഞാൻ പറയും, ഇപ്പോൾ സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു അച്ഛനോ ഒരു ബിഷപ്പ് തെറ്റിയതെന്ന് പറഞ്ഞ് സഭേനെ ഒന്നടങ്കം പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസ് ഫോഴ്സിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിലൊരാൾ ചെയ്തെന്നും പറഞ്ഞ് ആ സമൂഹത്തിനെ മൊത്തം അടച്ച് ആക്ഷേപിക്കണ്ടല്ലോ. അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മയിലുള്ള വ്യക്തികൾക്ക് ആരോപണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അത് നോക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു രോഗം വന്നിട്ടുണ്ടെങ്കിൽ ആരുടെ പോണത്? ഡോക്ടറുടെ അടുത്തല്ലേ. അപ്പോൾ ഇത് വരുമ്പോൾ കോടതിയിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ അവർ തീരുമാനിച്ചോളൂ, ഞാനല്ല തീരുമാനിക്കരുത്. ഞാൻ വന്നിട്ട് ആ മോക്ക് എന്താണ് പ്രശ്നം, ഇതാണോ എന്നും പറഞ്ഞ് ഞാൻ ചികിത്സിക്കേണ്ട ആവശ്യമില്ല. ആ ചികിത്സ കഴിഞ്ഞ് വരട്ടെ. ചേട്ടൻ എല്ലാ കാര്യങ്ങളിലും ശക്തമായ നിലപാട് എടുക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എല്ലാം പ്രതികരിക്കുന്ന ഒരാളാണ്. ഇതൊരു പ്രശ്നമായിട്ട് വരാറുണ്ടോ? ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? മിണ്ടണ്ടെന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് പല സ്ഥലത്ത് മിണ്ടാണ്ടിരിക്കാത്തുള്ളൂ, വേറെ സ്ഥലത്തോട്ട് പോവുക. ചില നമുക്ക് ഈ തെറ്റുകളോ ഇത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഈ ഇതനുസരിച്ച് നമ്മൾ റോട്ടിൽ തെറ്റ് കണ്ടാലും ഒരു ഇത് കണ്ടാലും നമ്മൾ അറിയാണ്ട് ഇടപെട്ട് പോകും. കാരണം ഞാൻ അങ്ങനെ ഒരു മുട്ട വിരിയിച്ചുണ്ടാക്കിയ ആളല്ല. ഞാൻ സാധാരണ സ്ഥലങ്ങളിൽ നിന്ന് സ്കൂളും കോളേജും ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ വന്നേക്കണോണ്ട് ജനകീയ പ്രശ്നത്തിൽ ഇടപെട്ട് ജനകീയ കാര്യങ്ങളിൽ അതിൽ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ചിലത് ഭയങ്കര ഡീസൻ്റായിട്ട് ഭയങ്കര ഫോമലായിട്ട് ഇരിക്കാൻ പറ്റില്ല, ഡിപ്ലോമാറ്റിക്കായിട്ട് ഇരിക്കാൻ പറ്റില്ല. ചിലതിൽ നമ്മൾ ഒരു കലാകാരനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളിൽ പ്രതികരിക്കേണ്ടത്. അവനൊരു മാതൃകയായി മാറണം. അപ്പോൾ ഒരു നാട്ടിലൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അവരോടൊപ്പം നിൽക്കണം. ഇപ്പോൾ വയനാട് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അതിന് കലാകാരന്മാരാണ് അവരുടെ കൂടെ നിൽക്കേണ്ടത്, അവരാണ് മുന്നിട്ടിറങ്ങേണ്ടത്. അതുപോലെ സഹായങ്ങൾ ചെയ്തല്ലോ, ഒരുപാട് കലാകാരന്മാർ ഒരുപാട് കൈ അയച്ച് സഹായിച്ചു. അല്ലാതെ ഞാൻ എൻ്റെ വീട് എൻ്റെ കാറെന്നും പറഞ്ഞ് ജീവിക്കുന്നവരുണ്ടാവും. പക്ഷേ എനിക്കങ്ങനെ പറ്റില്ല. പ്രതികരിക്കണതല്ല, ഞാൻ എൻ്റെ ഒരു ഇത് പറയുന്നതാണ്, എൻ്റെ ഒരു വ്യൂ ഉണ്ടല്ലോ, അത് പറഞ്ഞു പോകണമല്ല. അത് ഞാൻ അത് രേഖപ്പെടുത്തണ്ടേ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഈ അടച്ചു പിടിച്ചിട്ട് അയ്യോ ഞാൻ ഇങ്ങനെ ജീവിക്കണ എന്തിനാ? നമുക്ക് പറയാനുള്ളത് ഒരു അപ്രിയ സത്യങ്ങൾ പറയാൻ പാടില്ല എന്ന് പറയുന്നത്. ചില സത്യങ്ങൾ പറയാണ്ടിരിക്കുക, വേദനിപ്പിക്കരുത്, ഉപദ്രവിക്കരുത്, വേദനിപ്പിക്കരുത്, അത്രേ ഉള്ളൂ. ഇതുകൊണ്ടാണെന്ന് തോന്നുന്നില്ല ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് എയറിലും പോകുന്നത്. ഇങ്ങനെ പക്ഷെ അതിന്റെ ഗ്രോത്തിന് ഓർഗാനിക്കായിട്ട് എനിക്ക് വളർച്ച ഉണ്ടാവുന്നുണ്ട്. കാരണം ഇങ്ങനെ വരുമ്പോഴാണല്ലോ നമ്മളെ കുറിച്ച് ഓർക്കുന്നത്. അപ്പൊ അമേരിക്കയിൽ നിന്ന് വിളിക്കും, ഇയാളെ വിളിച്ചാലോ അടുത്ത പരിപാടി
അപ്പൊ ഒരു വർക്ക് കിട്ടും. എനിക്ക് അങ്ങനെ കിട്ടി. ഈ ബ്രഹ്മയുഗത്തിന് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. അതെ, സ്പൂഫ്. അപ്പൊ അത് അമേരിക്കയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് നമ്മുടെ ഒരു ഗെറ്റ് ടുഗദർ നിങ്ങൾക്ക് അത് ചെയ്യാം. ഞാൻ വിചാരിച്ചു എന്നെ കളിയാക്കണാണ്. അല്ല, ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു, നമുക്കത് വേണം. ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടെ നിന്നാണ്? അപ്പോൾ പറഞ്ഞു ഫോമ എന്ന് പറഞ്ഞ അസോസിയേഷൻ. അപ്പോൾ അവരുടെ ഗെറ്റ് ടുഗദർ ഉണ്ട്, അത് ഡൊമിനിക്കൻ റിപ്പബ്ലിക്ക. അത് ആരും പോയിട്ടില്ല, അവിടെയാണ്. അവിടെ എന്നെ ക്ഷണിച്ചു. ഈ അടുത്ത് മിനിയാന്ന് ഈ ബാഡ് ബോയ്സിന്റെ പ്രൊമോഷൻ വന്നപ്പോൾ കുറേ പിള്ളേർ ഒന്ന് ബ്രഹ്മയുഗം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ കളിയാക്കണ. ഇല്ല ഇല്ല, ഞങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ നെഗറ്റീവിനാണ് മാർക്കറ്റ് കിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവനൊരു പേരുണ്ടാവില്ല അല്ലേ? നമുക്ക് കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്നത് പള്ളിയുടെ മുകളിൽ കയറിയിട്ട്, നമ്മുടെ അവിടുത്തെ പള്ളിയുടെ മുകളിൽ കയറിയിട്ട് അവൻ രണ്ട് ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ അവിടെ മുകളിൽ കയറി എന്നിട്ട് മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അറിയപ്പെടുന്നവനാവും. ഇവനാണ് വർഷങ്ങളോളം ഓർത്തിരിക്കും. ഇത് ഞാൻ ഇതിൽ പറയണതല്ല, ഞാൻ പറയണത് നല്ല ഐദർ ഗുഡ് ഓർ ബാഡ് സേ അബൌട്ട് മീ എന്നാണ്. ഇപ്പോൾ നരേന്ദ്രമോദി സാറിനെ കുറിച്ചോ അല്ലെങ്കിൽ പിണറായി വിജയനെ കുറിച്ചോ ചീത്ത പറയുമ്പോഴാണ് അവർ വളരുന്നത്. നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ആളുകളിലേക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യപ്പെടുന്നു. അവര് നമ്മൾ നെഗറ്റീവ് ചെയ്യണമെന്നല്ലട്ടെ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അത് ചിലപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ട്രോൾ ചെയ്യപ്പെടുമ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാരുടെ ഇടയിലൊക്കെ ഇല്ലെന്ന്, നമ്മളാരും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, വേദനിപ്പിച്ചിട്ടില്ല, ചീത്തപ്പേരുണ്ടാക്കിയിട്ടില്ല, പോലീസ് കേസൊന്നുമില്ല, പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ സിനിമ ചെയ്തു, ഇത് ചെയ്യുന്നു, സുഖമായി പോകുന്നു അല്ലേ? ആളുകൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് മാത്രമാണ്. ആളുകൾക്ക് പറഞ്ഞോട്ടെ, അതൊന്നും കുഴപ്പമില്ല, അവർ പറയട്ടെ, അവർ ആഘോഷിക്കട്ടെ. ചേട്ടൻ ഇതൊന്നും ബാധിക്കാറില്ല അല്ലേ? ഇല്ല, അതല്ല ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ. അതാ ഞാനത് ചോദിക്കാം. സാധാരണ അല്ല, ഞാൻ പിന്നെ ഇങ്ങനെ വിഷമിച്ചിരിക്കണു, കാരണം എനിക്ക് ഇതിന്റെ ഒരു കുറവ് വന്നിട്ടില്ലെന്ന്. ഞാനിപ്പോ കണ്ടിന്യൂസ് ഞാൻ പറയില്ല, എന്റെ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോത്തേ ഉണ്ടായിട്ടുള്ളൂ, കുറഞ്ഞിട്ടില്ല. ഓരോ വർഷം ഗ്രോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ ഞാൻ എന്തിനു വിഷമിക്കണം? എനിക്കൊരു കാവൽമാലാഖയുണ്ട്, അതെനിക്കൊരു സംരക്ഷണം തരുന്നുണ്ട്. ഞാൻ സ്പിരിച്വൽ ആയിട്ട് സംസാരിക്കുന്നു എന്ന് വിചാരിക്കരുത്. റിലീജിയസ് അല്ല, ഞാൻ സ്പിരിച്വലാണ്. ഞാൻ എല്ലാ മതങ്ങളെയും എല്ലാ ദൈവങ്ങളെയും എല്ലാ ഇതിനെയും റെസ്പെക്ട് ചെയ്യും. ഒരിക്കലും ഉപദ്രവമായിട്ട് ഞാൻ അത് ശരിയാണ് ഇത് ശരിയാന്ന് പറയില്ല. പക്ഷെ സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിക്കുന്നതാണ്. അപ്പോൾ അതെനിക്കൊരു പവർ തരാറുണ്ട്, ശക്തി തരാറുണ്ട്. അത് നെഗറ്റീവായിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല, പരമാവധി ചെയ്യാതിരിക്കുക. ഒരാളെ വേദനിപ്പിച്ചാൽ അതിനെ അപ്പം തന്നെ വിളിച്ചാൽ സോറി പറയും. റിഗ്രറ്റ് വരും അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര കുറ്റബോധം. ഒരാളെ വേദനിപ്പിച്ചാൽ വിഷമിച്ചാൽ അത് ഇങ്ങനെ കിടന്ന് പോകണ്ടി. ഓക്കെ. എനിവേ, ഇനിയിപ്പോൾ ചേട്ടൻ എപ്പോഴും പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് ടിനി ടോം റിമി ടോമി മാറിപ്പോകുന്നത്. ആ കോൾസൊക്കെ ഇപ്പോൾ കുറഞ്ഞു ഒരുവിധം? ഇപ്പൊ ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നിങ്ങൾ തമ്മിൽ വല്ല എന്തുകൊണ്ടാന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു രണ്ടും അപ്പന്മാരെ പേര് ടോമിയാണ്, പക്ഷെ രണ്ട് ടോമിയാണ്. അത്ര വ്യത്യാസമുള്ളൂ. ഓക്കെ, എന്തായാലും ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സിനിമയുടെ പ്രൊമോഷനാണ് ഇപ്പോൾ മൂന്നാമത്തെ ബാഡ് ബോയ്സും സംസാരിക്കുന്നത്. അപ്പോൾ ഇനിയും സിനിമകൾ ഇതുപോലെ വരട്ടെ, ഇതുപോലെ സംസാരിക്കാൻ പറ്റട്ടെ. കാണാൻ പറ്റിയ സന്തോഷം. താങ്ക് യു. വളരെ സന്തോഷം. താങ്ക് യു. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഓണത്തിന് കുടുംബസമേതം ആഘോഷിക്കാൻ പറ്റുന്ന പടമാണ് ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ്. ഫുൾ ഓൺ എൻ്റർടൈനർ ഫണ്ണാണ്. അപ്പോൾ നമുക്ക് തിയേറ്ററിൽ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. ഹാപ്പി ഓണം.